നമുക്കൊരു ഡേറ്റിന് പോയിട്ട് വന്നാലോ? ഡേറ്റിന് വേറെ ആരും കൂടില്ല, നമ്മുടെ സ്വന്തം അനിയൻ്റെ കൂടെയാണ്. വേറെ ഒന്നല്ല, ഞാനും ഓനും അധികം കണ്ടെത്തി ചേരാറില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ നല്ല മൂഡിലായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തു പോകാമെന്ന്. ഒന്നാമത് വീട്ടിൽ ഉമ്മയില്ല, അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഉമ്മ എന്നോട് പറഞ്ഞേൽപ്പിച്ച കാര്യം ഓനെ മുടി വെട്ടാനയക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇന്നാവാം, ഇന്നെന്തായാലും ആൾക്ക് മദർസില്ല. സോ വൈകിട്ട് നമ്മൾ ഫ്രീ ആണ്. സോ തന്നെ നമ്മൾ നേരെ പോയി ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പാടെ ആളിനോട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോകല്ലേന്ന്. ഓൾറെഡി ഞാനത് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. ബിക്കോസ് നെക്സ്റ്റ് വീക്ക് ആളുടെ ബർത്ത്ഡേ ആണ്. സോ ഒരു പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലെങ്കിൽ പ്രീ ബർത്ത്ഡേ ട്രീറ്റ് അതിൻ്റെ പ്ലാനിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഇന്നാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും എനിക്ക് എൻ്റെ ചുറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം. അപ്പം ഇതിൻ്റെ അനിയനും കൂടി ആയതുകൊണ്ടും അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടും അതിലൊരു മോശം വരുത്തണ്ട. അങ്ങനെ നമ്മൾ നേരെ വിട്ടിട്ടുണ്ടായിരുന്നത് മലപ്പുറത്തുള്ള സ്മൂച്ചോലോട്ടാട്ടോ. ഇത് ഇന്ത്യയും ഓൻ്റെയും തന്നെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ട്രൈ ചെയ്യാൻ കയറുന്നത്. സോ ഞങ്ങൾ ഒരു ഫെറോറോ ബ്രൗണിയും ആൻഡ് മെറ്റിൽഡയും കൂടിയാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മൾ ഫെറോറോ ബ്രൗണി നമ്മളപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ആൻഡ് ജസ്റ്റ് അടിപൊളിയാണ്. പിന്നെ എന്താ വെച്ചാൽ ഞാനിപ്പോൾ കറൻറ്റ്ലി ഷുഗർ ഡയറ്റിലായതുകൊണ്ട് ഞാൻ അധികം കഴിച്ചിട്ടൊന്നുമില്ല. ബട്ട് ആൾക്കത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് മെറ്റില്ല ഞങ്ങൾ വീട്ടിലേക്ക് പാഴ്സൽ എടുക്കുക ചെയ്തത്. കാരണം വീട്ടിൽ പോരാളിയുണ്ട്, ആളൊരു ചോക്ലേറ്റ് അഡിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒന്നുമില്ലാതെ കയ്യും വീശി വീട്ടിലോട്ട് പോയാൽ, അത് ഞങ്ങളിതൊക്കെ തിന്നിട്ട് വീട്ടിലോട്ട് പോയാൽ വീട്ടിലേക്ക് ഏറ്റവും തന്നെ ഡൗട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ നേരെ പോയി പാഴ്സൽ എടുത്ത് എൻ്റെ പേടകത്തിൽ കുറച്ച് പെട്രോൾ അടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു.